കണ്ണൂരിൽ പ്രതിഷേധത്തിനിടെ KSU പ്രവർത്തകർ മന്ത്രിയെ ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചെന്ന് FIR. കൊല്ലട എന്ന് ആക്രോശിച്ചെത്തിയ പ്രവർത്തകർ കഴുത്തിന് നേരെ ആക്രമിച്ചു. തടയാൻ ശ്രമിച്ച ഗൺമാന് പരിക്കേറ്റെന്നും FIR-ൽ പറയുന്നു. ഗൺമാൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. മന്ത്രിക്കെതിരായ ആക്രമണത്തിനു പിന്നാലെ സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധമാണുണ്ടായത്. പലയിടത്തും CPM കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റുമുട്ടി. കണ്ണൂർ കൊടിയേരിയിലെ പാറാലിൽ മണ്ഡലം കോൺഗ്രസ് ഓഫീസിന് തീയിട്ടു. ആലപ്പുഴയിൽ പുതുയുഗയാത്രയുടെ ഭാഗമായി സ്ഥാപിച്ച ബാനറുകളും കൊടിതോരണങ്ങളും നശിപ്പിച്ചു. മന്ത്രിയെ KSU പ്രവർത്തകർ മർദ്ദിക്കുന്നതിന് ദൃശ്യങ്ങൾ പുറത്തുവിടാൻ കോൺഗ്രസിന്റെയും KSUവിന്റെയും വെല്ലുവിളി. അതേസമയം പരിക്കേറ്റ മന്ത്രി വീണ ജോർജ് പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്നു. MRI സ്കാൻ ഉൾപ്പെടെ നടത്തുന്നതിൽ തീരുമാനമെടുക്കാൻ പ്രത്യേക സംഘം രാവിലെ യോഗം ചേരും. അർജുൻ കല്യാണിലേക്ക്. ഗുഡ് മോർണിംഗ് അർജുൻ. ഗുഡ് മോർണിംഗ് സുനോജ്. ഗുഡ് മോർണിംഗ് രാഹേഷ്. കല്യാൺ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ FIR വന്നിരിക്കുന്നു. FIR-ൽ വധശ്രമത്തിനാണ് KSU പ്രവർത്തകർക്ക് നേരെ കേസെടുത്തിരിക്കുന്നത്. കൊല്ലട എന്ന് പറഞ്ഞുകൊണ്ട് KSU പ്രവർത്തകർ മന്ത്രിയുടെ നേരെ ആക്രോശിച്ചെത്തി. മന്ത്രിക്ക് കഴുത്തിന് പരിക്കേൽക്കുന്ന തരത്തിൽ ആക്രമിച്ചു. ഒപ്പം ഗൺമാനും പരിക്കേറ്റു എന്നാണ് FIR. ഗുരുതരമാണ് FIR പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ ആരോഗ്യനില എങ്ങനെയുണ്ട്? പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഡോക്ടർ ആദ്യം നമുക്ക് ഈ FIR-ന്റെ വിവരങ്ങൾ പറയാം. FIR-നകത്ത് സൂചിപ്പിക്കുന്നത് മന്ത്രിയെ കൊല്ലട എന്ന് ആക്രോശിച്ച് ഏതോ ഒരു ആയുധം ഉപയോഗിച്ച് ഈ പറയുന്ന KSU പ്രവർത്തകർ മന്ത്രിക്ക് നേരെ പാഞ്ഞടുത്തു എന്നുള്ളതാണ്. FIR-ലെ വാചകങ്ങൾ തന്നെ നമ്മൾ കൃത്യമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ എൻട്രൻസിൽ എത്തിയ സമയം കുറ്റം ചെയ്യണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി 1 മുതൽ 5 കൂടിയ KSU പ്രവർത്തകരായ പ്രതികൾ റെയിൽവേ സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറി കരിങ്കൊടി കാണിച്ച് മന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചും കൊല്ലട എന്ന് ആക്രോശിച്ചുകൊണ്ടും എന്തോ ആയുധം ഉപയോഗിച്ച് മന്ത്രിക്ക് നേരെ ചാടി വീണ് കഴുത്തിന് ആക്രമിക്കുകയും തടയാൻ ശ്രമിച്ച പരാതിക്കാരനായി, അതായത് പരാതിക്കാരൻ എന്ന് പറയുമ്പോൾ മന്ത്രിയുടെ ഗൺമാനാണ്, ആ പരാതിക്കാരനെ കൈകൊണ്ട് അടിക്കുകയും തടഞ്ഞു വെക്കുകയും ചെയ്യുകയും പരാതിക്കാരൻ്റെയും മന്ത്രിയുടെയും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്ത കാര്യത്തിന് എടുത്ത FIR എന്ന രീതിയിലാണ് ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായി കാണേണ്ടത് മന്ത്രിയെ ആയുധം ഉപയോഗിച്ച് എന്തോ ഒരു ആയുധം ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് FIR-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനു പുറമെ കൊല്ലട എന്നുള്ള ആക്രോശം ഈ KSU പ്രവർത്തകരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. FIR-ന്റെ പകർപ്പുൾപ്പെടെ സഹിതമാണ് ഇപ്പോൾ വാർത്തയായി നൽകുകയും ചെയ്യുന്നത്. എന്തായാലും ഈ പറയുന്ന രീതിയിൽ ഇവിടെ നമുക്ക് ലഭ്യമായിട്ടുള്ള ദൃശ്യങ്ങൾ പ്രകാരം അത്തരം ഒരു ആക്രോശം ഉണ്ടായതായി നമുക്ക് എവിടെയും കാണാൻ വേണ്ടി കഴിയില്ല.